എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് നമ്മുടെ ചിരിക്കുട്ടന് 1 for all പവർ കൊടുത്ത ഷിമോറ അവൻ ചിരിക്കുട്ടനോട് ചോദിക്കും, നിനക്കെന്റെ പവർ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? അതിന് ചിരിക്കുട്ടൻ പറയും, നമ്മുടെ സിറ്റിയിൽ ഇപ്പോ ഒരുപാട് വില്ലന്മാരുണ്ട്, അവരെ മുഴുവൻ കൺട്രോൾ ചെയ്ത് സിറ്റിയില് സമാധാനത്തിന്റെ ഒരു പില്ലറായി എനിക്ക് മാറണം. അതിനെനിക്ക് സാധിക്കണമെങ്കിൽ ഈ ഒരു പവർ അത് കൂടിയേ തീരൂ. അത് കേൾക്കുമ്പോ ഇപ്പൊ ഷിമോറയ്ക്കും ഒരുപാട് സന്തോഷാവും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത പ്രസന്റില് ആ സിറ്റി മുഴുവൻ ഇപ്പൊ തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആൽഫ 1 വില്ലനും നമ്മുടെ ചിരിക്കുട്ടനും അവർ രണ്ടുപേരും ചേർന്ന് ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാര് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ ചിരിക്കുട്ടനെ രക്ഷിച്ചു. പക്ഷെ അവർ രണ്ട് ടീമായി പിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോ പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ചപ്രത്തലേനോട് ഇപ്പൊ ചോപ്പം പറയും, ആക്ച്വലി നിന്നെ രക്ഷിക്കാനുള്ള ഐഡിയ അത് പറഞ്ഞു തന്നത് നമ്മുടെ ഇസുക്ക് പയ്യനാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും നീ അവനോട് താങ്ക്സ് പറയണം. അതിന് ചപ്രത്തലയും ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ രക്ഷിച്ചത് അവനല്ല, എന്റെ ബുദ്ധിയും ശക്തിയും പിന്നെ നിന്റെ ഹെൽപ്പും അതുമാത്രമാണ് ഞാൻ ഇവിടെ എത്താൻ കാരണം. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചിരിക്കുട്ടൻ അവൻ ഒരുപാട് അടി കിട്ടി നടക്കാൻ കഴിയാതെ ഇപ്പൊ അങ്ങനെ മുൻപോട്ട് വരും. അത് കണ്ട് ആൽഫ 1 വില്ലൻ അവൻ വീണ്ടും വീണ്ടും ഇപ്പൊ അവനെ കളിയാക്കും. മാത്രമല്ല ചിരിക്കുട്ടന് പവർ കൊടുത്ത ഷിമോറ ആളെ എങ്ങനെയാണ് അവൻ ഇഞ്ചിഞ്ചായി കൊന്നതെന്ന് പോലും ഇപ്പൊ ചിരിക്കുട്ടനോട് പറയും. അത് കേൾക്കുമ്പോ ഇപ്പൊ ചിരിക്കുട്ടന് അവൻ ഒരുപാട് ദേഷ്യം വരും. ചിരിക്കുട്ടൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ അവൻ അടിക്കാനായിട്ട് വില്ലന്റെ അടുത്തേക്ക് വരും. പക്ഷെ അപ്പോഴേക്കും വില്ലൻ അവന്റെ കാല് മടക്കി ചിരിക്കുട്ടനെ ചവിട്ടി തെറിപ്പിക്കും. ആ പവറില് ചിരിക്കുട്ടൻ അവനൊരു ഹെലികോപ്റ്ററിന് നേരെ തെറിച്ചു വരും. പക്ഷെ ഉടനെ അപ്പാപ്പ മാസ്റ്റർ ആള് ചാടി വന്ന് ചിരിക്കുട്ടനെ ക്യാച്ച് ചെയ്ത് കറക്റ്റായിട്ട് താഴെ ഇറക്കും. മാസ്റ്റർ പറയും, നീ ദയവ് ചെയ്ത് അവന്റെ വാക്കിൽ വീഴരുത്, അവൻ നിന്നെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓൾറെഡി നിന്റെ പവർ തകർത്ത് നിന്നെ ഈ കോലത്തിലാക്കി മാറ്റിയത് അവനാണ്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അപ്പാപ്പൻ പറയും, ഇനി രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിന്റെ 1 for all പവർ അതെന്താണെന്ന് അവന് കാണിച്ചു കൊടുക്ക്. ഫുൾ പവറില് അവനെ അടിച്ചു കൊല്ല്, നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല, നീ ഇത് ചെയ്തേ തീരൂന്ന് പറയുമ്പോ ന്യൂസ് റിപ്പോർട്ടേഴ്സ് അത് ലൈവായി ഇപ്പൊ ടിവിയിൽ കാണിക്കാൻ തുടങ്ങും. ശ്വാസം അടക്കി പിടിച്ച് ഇപ്പൊ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൽഫ വില്ലന് കലി കയറി അവൻ ആ സിറ്റി തന്നെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. ചിരിക്കുട്ടൻ അവൻ വീണ്ടും ഇപ്പൊ മുൻപോട്ട് നടക്കും. ചോര തുളുമ്പി ഒന്ന് നേരെ നിൽക്കാൻ പോലും ഇപ്പൊ അവനെ കൊണ്ട് കഴിയുന്നില്ല. ചിരിക്കുട്ടൻ അവൻ കുറച്ച് മുൻപോട്ട് നടക്കുമ്പോഴായിരിക്കും അവൻ അവനെ തന്നെ ശ്രദ്ധിക്കുക. അവന്റെ പവർ നഷ്ടപ്പെട്ട് മെലിഞ്ഞുണങ്ങി അവന്റെ വയറ്റിലെ ആ ഒരു വലിയ മുറിവ് അത് തെളിഞ്ഞു കാണാൻ തുടങ്ങും. അത് കണ്ട് വില്ലൻ അവൻ പൊട്ടിച്ചിരിക്കും. അവൻ പറയും, ഇങ്ങനെയുള്ള നീയാണോ എന്നെ കൊന്ന് സിറ്റിയിൽ സമാധാനം അത് പുനഃസ്ഥാപിക്കാൻ പോകുന്നത്? ഈ ഒരു അവസ്ഥയില് നിന്നെ കൊണ്ട് നേരെ നിൽക്കാൻ പോലും ആവില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവനെ കളിയാക്കും. വില്ലൻ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ ചിരിക്കുട്ടന്റെ യഥാർത്ഥ രൂപവും അവന്റെ ബോഡിയിലുള്ള ആ ഒരു വലിയ പരുക്കും കാണും. നമ്മുടെ ഹീറോയ്ക്ക് അത് കാണുമ്പോൾ ഒരുപാട് വിഷമാവും. കാരണം ചിരിക്കുട്ടന്റെ ഈ ഒരു രൂപം അതാരും കാണാൻ പാടില്ല എന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ആൽഫ വില്ലൻ അവനൊരു വലിയ ട്വിസ്റ്റ് പറയും. ആ ഒരു ഡോമർ വില്ലൻ അത് മറ്റാരുമല്ല, നിനക്ക് പവർ തന്ന ഷിമോറയുടെ ഗ്രാൻഡ് സൺ ആണ്. അവനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാനൊരു വില്ലനാക്കി മാറ്റിയത്. അത് കേൾക്കുമ്പോ നമ്മുടെ ചിരിക്കുട്ടൻ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ചിരിക്കുട്ടൻ ഒരുപാട് കലിപ്പില് നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്ന് വിളിച്ചു പോവും. അപ്പൊ അവന്റെ തൊട്ടടുത്തായി ഒരു പെൺകുട്ടി, അവൾ ഒരുപാട് ബിൽഡിങ്ങുകളുടെ ഇടയില് ഇപ്പൊ കുടുങ്ങിക്കിടക്കുകയാണ്. അവളെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ ചിരിക്കുട്ടനോട് വിളിച്ചു പറയും. അതേ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ലോകം മുഴുവൻ ഇപ്പൊ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ചപ്രത്തലേനും നമ്മുടെ ഇസുക്ക് പയ്യനും അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഒരുപോലെ കലി കയറി അവര് വിളിച്ചു പോവും. ചിരിക്കുട്ട മാസ്റ്റർ ഒരിക്കലും തോക്കില്ല. കാരണം അദ്ദേഹം ഈ വേൾഡിന്റെ തന്നെ നമ്പർ 1 സൂപ്പർ ഹീറോ ആണ്. ചിരിക്കുട്ടൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ആളുടെ ഫുൾ പവർ കയ്യിലെടുക്കും. എന്നിട്ട് ഫുൾ സ്പീഡില് ഇപ്പൊ വില്ലന്റെ അടുത്തേക്ക് ഓടിയെടുക്കും. ചിരിക്കുട്ടന്റെ മനസ്സില് ഇപ്പൊ ഷീമോരുടെ ഫേസ് അത് മാത്രമാണ്. ചിരിക്കുട്ടനെ കാണുമ്പോ വില്ലൻ അവൻ പുച്ഛിച്ച് ചിരിക്കും. ചിരിക്കുട്ടൻ ഓടി ഓടി വില്ലന്റെ തൊട്ടടുത്തെത്തുമ്പോ വലിയൊരു തീഗോളം ഇപ്പൊ അവരുടെ ഇടയിലേക്ക് വരും. അവര് ചുറ്റും നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ എൻഡവർ. ആള് ചിരിക്കുട്ടന്റെ അവസ്ഥ കണ്ട്, ഇതെന്ത് കോലം, നിനക്ക് എന്താ പറ്റിയെന്ന് ഇപ്പൊ ചിരിക്കുട്ടനോട് ചോദിക്കും. അതിന് ചിരിക്കുട്ടൻ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കും. വില്ലൻ വീണ്ടും ഇപ്പൊ ചിരിക്കുട്ടനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും.
അത് കണ്ട് എൻഡവർ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ഇപ്പൊ വില്ലനെ വെട്ടിത്തിരിപ്പിക്കും. അപ്പം നമ്മുടെ ടൈഗർ അവിടെ സ്റ്റെക്കായി കിടന്ന ആ ഒരു പെണ്ണിനെ രക്ഷിക്കും. അപ്പൊ അതേ സമയത്ത് നമ്മുടെ അപ്പാപ്പ മാസ്റ്ററിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആക്ച്വലി അപ്പാപ്പ മാസ്റ്ററും ഷിമോറയും ഇവർ രണ്ടുപേരും തിക് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഷിമോറ അപ്പാപ്പനോട് പറയും, ഞാൻ എന്റെ പവർ അത് കൊടുക്കാൻ പോകുന്നത് മറ്റാർക്കും അല്ല, സാക്ഷാൽ ചിരിക്കുടനാണ്. അവനാണ് ഇനി ഈ ലോകം അത് സംരക്ഷിക്കാൻ പോകുന്നത്. പക്ഷെ അപ്പാപ്പ മാസ്റ്ററിന് അത് വിശ്വാസം ഉണ്ടാവില്ല. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ ചിരിക്കുട്ടനെ കാണുമ്പോ അപ്പാപ്പനത് വിശ്വാസാവും. ഇവിടെ സിറ്റിയിലുള്ള ജനങ്ങളെല്ലാവരും ഇപ്പൊ ചിരിക്കുട്ടനെ ഉറ്റുനോക്കാണ്. ഈ ഒരു അവസ്ഥയിലും ചിരിക്കുട്ടനോട് എല്ലാവർക്കും ഒരുപാട് സ്നേഹവും ബഹുമാനവും മാത്രമാണുള്ളത്. ജനങ്ങൾ ഒന്നടങ്കം ഇപ്പൊ ചിരിക്കുട്ടന്റെ പേര് അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേൾക്കുമ്പോ ചിരിക്കുട്ടന് അവന് നഷ്ടപ്പെട്ടു പോയ പവർ അത് പതിയെ ഇപ്പൊ തിരികെ വരുന്നതായിട്ട് തോന്നും. അവന്റെ മനസ്സിന്റെ പവർ അത് ഓൾറെഡി അവന് കിട്ടിക്കഴിഞ്ഞു. ചിരിക്കുട്ടന്റെ പേര് അത് വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോ ഇവിടെ വില്ലന് അവന്റെ ദേഷ്യം അത് കൂടി വരും. അവന്റെ പവറും സ്ട്രെങ്തും കൂട്ടി വന്ന് വില്ലന്റെ ഫുൾ പവറില് ഇപ്പൊ എൻഡവറിനെ അടിച്ചു തെറിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. വില്ലൻ അടുത്തതായിട്ട് ഇപ്പൊ നമ്മുടെ ചിരിക്കുട്ടന്റെ നേർക്ക് നടന്നു വരികയാണ്. വില്ലൻ ഓൾറെഡി 1/4 പവറിനെ കുറിച്ച് നല്ലതുപോലെ അറിയാം. ചിരിക്കുട്ടന്റെ ബോഡിയിൽ എത്രത്തോളം പഞ്ച് കിട്ടുന്നോ അത്രത്തോളം അവന്റെ ബോഡിയിലെ 1/4 പവർ അത് കുറഞ്ഞു വരും. ഇവിടെ ചിരിക്കുട്ടൻ വില്ലൻ അവന്റെ നേർക്ക് നടന്നു വരുമ്പോ ചിരിക്കുട്ടനും ഒരു കൂസലും ഇല്ലാതെ അങ്ങനെ നിൽക്കും. ആൽഫ വില്ലൻ അവൻ നടന്ന് ചിരിക്കുട്ടന്റെ തൊട്ടടുത്തെത്തും. വില്ലൻ പറയും, നീ നിന്റെ 1/4 പവർ അത് കൊടുത്തത് ആ ഇസുക്ക് പയ്യനല്ലേ, പക്ഷെ അവൻ വെറും ഒരു യൂസ്ലെസ് ആണ്. അവൻ ആ പവർ പോലും കൺട്രോൾ ചെയ്യാൻ അറിയില്ല. ടീച്ചർ എന്ന നിലയിലും നീ ഒരു ബിഗ് ഫെയിലിയർ ആണെന്ന് പറയുമ്പോ നമ്മുടെ ചിരിക്കുട്ടൻ അത് സഹിക്കില്ല. അവനും കൈ ചുരുട്ടി വില്ലനെ ആഞ്ഞിടിക്കും. അങ്ങനെ രണ്ടുപേരും ഫുൾ പവറില് പരസ്പരം കൂട്ടിയിടിക്കും. ചിരിക്കുട്ടന്റെ കൈ തകർന്ന് അവന്റെ എല്ല് അത് തവിട് പൊടിയാവും. ചിരിക്കുട്ടനാണെങ്കില് അപ്പൊ ഒരുപാട് ദേഷ്യം ഇപ്പൊ ഇസുക്ക് പയ്യനോട് തോന്നും. കാരണം ഇസുക്ക് പയ്യൻ അവനിടയിൽ കയറി ചപ്പർത്തലനെ രക്ഷിച്ചതുകൊണ്ടാണ് 1/4 പവർ അത് ഇസുക്ക് പയ്യനാണ് കൊടുത്തതെന്ന് വില്ലന് മനസ്സിലായത്. ചിരിക്കുട്ടൻ ഒരുപാട് ദേഷ്യപ്പെട്ട് ഇപ്പൊ വില്ലനോട് പറയും, എന്റെ പവർ കൺട്രോൾ ചെയ്യാൻ ഉറപ്പായിട്ടും ഞാൻ ഇസുക്ക് പയ്യന് ട്രെയിനിങ് കൊടുക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും അവനെ കൊണ്ട് അത് കഴിയും. അതുവരെ ഞാൻ മരിക്കില്ല. വില്ലൻ ഒരു സെക്കൻഡ് ചിരിക്കുട്ടനെ ശ്രദ്ധിച്ചു നിൽക്കും. ആ സമയത്ത് ചിരിക്കുട്ടൻ അവൻ അങ്ങനെ കറങ്ങി വന്ന് അവന്റെ തകർന്ന കൈ വെച്ച് ഒരൊറ്റ അടി കൊടുക്കും. ആ അടിയില് അവൻ കറങ്ങി അടിച്ചു വീഴും. പക്ഷെ വില്ലന് അവന് കാര്യമായിട്ടൊന്നും പറ്റില്ല. അവൻ ചാടി എഴുന്നേറ്റ് ചിരിക്കുട്ടനെ അടിക്കാൻ ഇപ്പൊ ചാടി നിൽക്കും. അപ്പൊ ചിരിക്കുട്ടന് ഷീമോറ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മ വരും. ഈ ഒരു 1/4 പവർ അത് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ട്രാൻസ്ഫർ ആയി എന്റെ കയ്യിൽ എത്തിയതാണ്. ഷീമോർ ആ ഒരു പവർ ഇപ്പൊ ചിരിക്കുട്ടന് കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ചിരിക്കുട്ടൻ ആ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ച് അവന്റെ 2 കൈയും ചുരുട്ടി വില്ലന്റെ തലക്കിട്ട് തന്നെ വീണ്ടും ആഞ്ഞൊരടി. ആ ഒരു അടിയില് ഇപ്പൊ വില്ലൻ അവൻ തെറിച്ചു പോയി വീഴും. പിന്നെ അവൻ അനക്കൊണ്ടാവില്ല. പക്ഷെ എന്താ, ചിരിക്കുട്ടന്റെ ബോഡിയിൽ നിന്ന് ആ ഒരു 1/4 പവർ അത് മുഴുവനായിട്ടും പോയി. 1 മിനിറ്റ് എല്ലാവരും ഇപ്പൊ ശ്വാസം അടക്കി പിടിച്ച് അത് നോക്കി നിൽക്കും. ചിരിക്കുട്ടൻ ഉടനെ അവന്റെ കൈ ഉയർത്തി കാണിക്കും. അപ്പൊ ലോകം മുഴുവനുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും ചിരിക്കുട്ടന്റെ ലാസ്റ്റ് ഫൈറ്റില് അവൻ ജയിച്ചു എന്ന്. ഉടനെ എല്ലാവരും ചേർന്ന് ചിരിക്കുട്ടന്റെ പേര് അത് വിളിച്ചു പറയാനായിട്ട് തുടങ്ങും. ഉടനെ ചിരിക്കുട്ടൻ ഇപ്പൊ ക്യാമറയ്ക്ക് നേരെ നോക്കി അവന്റെ കൈ ചൂണ്ടും. അത് കണ്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ഇസക്ക് പയ്യന് അവന് കറക്റ്റായിട്ട് മനസ്സിലാവും അടുത്തത് ഞാനാണ്. അത് കണ്ട് നമ്മുടെ ചെക്കൻ അവൻ പൊട്ടിക്കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.